ചില ടെസ്റ്റ് നടന്നവരെ ഇന്നത്തെ ലേഖനഭാഗത്തില് വിശുദ്ധ പൗലോസിലെ കൊറിന്തോസർക്ക് എഴുതിയ 2 ലേഖനത്തിലുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. മനോഹരമായിട്ടുള്ള ഒരു വചനം പൗലോസിലെ പറയുകയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവിന് എവിടെയൊക്കെ ഒരു ഡോമിനൻസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഫ്രീഡം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ ആത്മാവിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ അശുദ്ധാത്മാവിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു അധികാരത്തിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്വാതന്ത്ര്യമില്ല. പാപം ചെയ്ത ഒരു അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമം, ദുഃഖം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മയാണ്. ഇപ്പോൾ പൗലോസിലെ ലേഖനത്തിൽ പറയുകയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പാപമില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ, പ്രസാദപര അവസ്ഥയിലാണെങ്കിൽ അവിടെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം നീ പാപത്തിന്റെ പിടിയിലാണെങ്കിൽ നിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിലൊന്ന് തറച്ചിരിക്കട്ടെ. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് പ്രദാനം ചെയ്യുന്ന ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.